പത്തനംതിട്ടയിൽ തന്നെ അടുത്തൊരു വാർത്ത കൂടിയുണ്ട്. കെട്ടിട നികുതി ചോദിച്ച് വില്ലേജ് ഓഫീസറെ ഓഫീസിൽ കയറി വെട്ടുമെന്ന് CPIM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. പത്തനംതിട്ട ഏരിയ സെക്രട്ടറിയാണ് നാരങ്ങാനം വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയത്. സഞ്ജു നമസ്കാരം. പുതിയ വില്ലേജ് ഓഫീസറാണ് കേട്ടോ. വില്ലേജ് ഓഫീസറാണ്. എന്റെ പേര് ജോസഫ് എന്നാണ്. പുതിയ ആളാണ്. സഞ്ജുവിന് 2022 ഒരു കെട്ടിട നികുതിയുടെ ഒരു പെൻഡിങ് ഉള്ളതായിട്ട് അറിയാമല്ലോ. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ്, വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ്. പക്ഷെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടുമടക്കി നിൽക്കാനേ പറ്റൂ, ഡെപ്യൂട്ടി കളക്ടറുടെയും ഒക്കെ മുൻപിൽ. അതുകൊണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് പൈസ അടയ്ക്കുക. എന്തോ? ഞാൻ എവിടുത്തുകാരൻ? ഞാൻ ഈ കേരളത്തിലുള്ള സഞ്ജു. ഇവിടെ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി വന്നതാ. പുതിയ ആളായോണ്ട് എവിടുത്തുകാരനാന്ന് ചോദിച്ചാൽ ഞാൻ മാവേലിക്കരക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൗഹൃദത്തിൽ മുമ്പോട്ട് പോവാം. അടയ്ക്കാനില്ല എന്ന് പറഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാ. ഓക്കെ, നടപടിയെടുക്കും. മര്യാദയ്ക്ക് സംസാരിച്ചോണം കേട്ടോ. വില്ലേജ് ഓഫീസർ പ്രകോപനപരമായും മോശമായും സംസാരിച്ചു എന്ന് CPIM ഏരിയ സെക്രട്ടറി MV സഞ്ജുവിന്റെ പ്രതികരണവും എത്തിയിട്ടുണ്ട്. AV ജയശങ്കറാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. എന്താണ് ജയശങ്കർ, ഇത് കുറേ കാലങ്ങളായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പലരും ചോദിച്ചിട്ട് ഇദ്ദേഹം കൊടുക്കാത്ത ഒരവസ്ഥയുണ്ട്. അതാണോ വില്ലേജ് ഓഫീസർ കുറച്ച് ഗൗരവത്തിൽ തന്നെയാണ് ചോദിക്കുന്നത് അദ്ദേഹം? അതായത് സ്മിത, ഈ നാരങ്ങാനം വില്ലേജ് ഓഫീസർ ഇത്തരത്തിൽ 2022 കെട്ടിട നികുതി അടയ്ക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ടാണ്, നാളെ ഉച്ചയോടുകൂടിയൊക്കെ അടയ്ക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് ഈ MV സഞ്ജുവിനെ വിളിക്കുന്നത്. പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് CPMന്റെ. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഇതിനിടയിലാണ്, ഈ സംഭാഷണത്തിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രകോപനപരമായി വീട്ടിൽ കയറി ഓഫീസിൽ കയറി വെട്ടുമെന്നുള്ള തരത്തിലുള്ളൊക്കെ ഒരു സംഭാഷണമൊക്കെ സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഒരു സംഭാഷണം തന്നെയാണ് ഈ നമ്മൾ കേട്ടത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് CPM ഉൾപ്പെടെ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നൊരു കാര്യം നമ്മൾ അറിയേണ്ടത്. കാരണം വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. റവന്യൂ വകുപ്പിന്റെ ഭാഗമാണ് അദ്ദേഹം. ഇങ്ങനെ നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ചൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വധഭീഷണി CPMന്റെ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നത്. എന്തായാലും പാർട്ടി വിഷയം പരിശോധിക്കുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സഞ്ജു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ വിശദീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വില്ലേജ് ഓഫീസറാണ് പ്രകോപനപരമായി സംസാരിച്ചത്, ഒപ്പം തന്നെ അദ്ദേഹം മോശമായി സംസാരിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് ഒന്ന് കയർത്ത് സംസാരിക്കേണ്ടി വന്നതെന്നാണ് MV സഞ്ജുവിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം. പക്ഷേ നമ്മൾ ഈ ഓഡിയോ ഒക്കെ കേൾക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രകോപനം ആരുടെ ഭാഗത്തുനിന്നാണെന്ന് കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായി വ്യക്തമാവുന്ന തരത്തിൽ തന്നെയാണ് ഈ ഓഡിയോ ഒക്കെ ഉള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി CPM ഏത് തരത്തിലുള്ള നടപടി ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ കിടക്കുമോ എന്നത് ഇനി എന്തായാലും കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഒരു ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ CPMന്റെ ഭാഗത്തുനിന്ന് CPMന്റെ ഏരിയ സെക്രട്ടറി തന്നെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ ശബ്ദ സന്ദേശത്തിൽ ഉള്ളത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നികുതിയൊക്കെ കാലാകാലങ്ങളിൽ കൃത്യമായി തന്നെ അടയ്ക്കേണ്ടതാണ്. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളായാലും നേതാവായാലും ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൽ അന്വേഷണം നടക്കണം. ഇപ്പം ജയശങ്കർ പറഞ്ഞത് പാർട്ടി ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട് എന്നാണ്.